വിചാരിക്കുന്നത്. ജ്യോതിഷ് കുമാർ, ആ മൗനം തീർന്നില്ല, ആ മൗനം ഇപ്പോഴും തുടരുകയാണ്. ഈ കോളേജിൽ സംഭവിച്ച എന്താണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഒരു കുട്ടിയെങ്കിലും കൊണ്ടുവരാൻ നോക്കി, അധ്യാപകനെ കൊണ്ടുവരാൻ നോക്കി. ആരും വരില്ല, പേടിയാണ്. അങ്ങനെ പേടിയാണെങ്കിൽ ജ്യോതിഷ് കുമാർ, ഇനി മുന്നോട്ടുള്ള അന്വേഷണ വഴിയാണ്. അന്വേഷണത്തിൽ എന്താണ് വേണ്ടത്? സാക്ഷിമൊഴികളാണ്, ഈ പറയുന്ന തെളിവുകളാണ് വേണ്ടത്. അങ്ങനെ മൗനത്തിൻ്റെ പുനത്തിലേക്ക് എല്ലാവരും വലിഞ്ഞങ്ങ് നിന്ന, അധ്യാപകരടക്കം പേടിച്ചങ്ങ് മാറി നിന്ന എന്ത് ശിക്ഷ ഇവർക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ജ്യോതിഷ് കുമാർ, എന്തിടപെടൽ നടത്താൻ കഴിയുമെന്നാണ് പൊതുസമൂഹത്തിന്? ഹാഷ്മി, അതിൽ ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് പറഞ്ഞ വിഷയം തന്നെയാണ്. ഒരു കലാലയത്തിൽ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നേരെ വിപരീതമാണ് ഇവിടുത്തെ പ്രവർത്തനം. 38 വർഷം ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ വാർഡ് CPM ആണ് ഭരിച്ചിരുന്നത്. 38 വർഷത്തിന് ശേഷമാണ് ഈ വാർഡ് കോൺഗ്രസ് ഉൾപ്പെടുന്ന UDFൻ്റെ ലേബലിൽ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത്. ഇത് പിടിച്ചെടുക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരം, 38 വർഷത്തെ CPMന് നേതൃത്വം കൊടുത്ത ഭരണത്തിൻ്റെ വിവിധ അസ്വസ്ഥതകൾ ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ വല്ലാത്ത ഒരു രീതിയിൽ കൊണ്ട് എത്തിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവിടെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കപ്പെട്ടത്. ശ്രീ ആഷ്മിൻ ചോദിച്ചതുപോലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിക്കകത്ത് ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ 150ഓളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുകയും ഇതിൻ്റെ ചാർജുള്ള വാർഡനടക്കം ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. മാത്രമല്ല, ഈ കൊലപാതകം കൃത്യമായി മറച്ചു വെക്കുന്നതിൽ മുൻകൈയെടുത്തത് ഡീനിനെ ഇതിൽ പ്രതിയാക്കണമെന്നുള്ളത് തന്നെയാണ്. പറയാൻ കാരണം, ഡീന് SFIയുടെ ഇൻസ്റ്റാഗ്രാമിൽ SFIയുടെ വിവിധ സംഘടനാ പരിപാടികളിലെ ഫോട്ടോ അടക്കം ഇൻസ്റ്റാഗ്രാമിൽ പ്രദർശിപ്പിക്കുന്നതിൽ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. അതേ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മുടെ പ്രിയ സഹോദരൻ്റെ മരണത്തിലും ആ മരണം ഒളിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടി ഡീൻ അടക്കമുള്ള ഈ കോളേജിലെ അധ്യാപകർ മുൻകൈ എടുത്തിരിക്കുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഈ ലൈവിൽ വരുമ്പോൾ 20 മിനിറ്റ് മുമ്പേ അതിദാരുണമായ ഈ സംഭവം നടന്നിട്ട് പോലും ഈ കോളേജ് ക്യാമ്പസിലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് SFIയുടെ യോഗം ചേരുന്ന അവസ്ഥയാണുള്ളത്. ആ യോഗത്തിൻ്റെ അകത്ത് പരസ്പരം വീണ്ടും കൊലവിളി നടത്തുന്ന രീതിയിലാണ് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ ആഷ്മി, ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ അതിലൊരു സങ്കടവും വരാതെ, ആ കുറ്റബോധവുമില്ലാതെ വീണ്ടും ഒരു കോളേജ് കലാലയത്തിൻ്റെ അകത്ത് വീണ്ടും SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ ഏതൊക്കെ രീതിയിലാക്കുന്നതിന് വേണ്ടി വീണ്ടും യോഗം ചേരുന്നത് ഈ കേരളത്തിലാണ്, ഈ വയനാട്ടിലാണ്, ഈ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഈ പ്രതികളെ രക്ഷിക്കാൻ ഈ കൊലപാതകത്തിന്റെ കവർപ്പ് നടത്താൻ ഡീൻ നേതൃത്വം നൽകി എന്ന് ആരോപിക്കുകയാണ് അവാർഡ് മെമ്പറായ അങ്ങ്. പറയുന്നു, ഈ മരണത്തിന്റെ ഉത്തരവാദി SFI മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഡീനുണ്ട്, ഹോസ്റ്റൽ വാർഡനുണ്ട്, അവിടുത്തെ എഡ്യൂക്കേഷൻ അധ്യാപകരുണ്ട്. ഇവരൊക്കെ കൃത്യമായി അറിഞ്ഞിട്ടും 2-3 ദിവസമായി നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധാർത്ഥൻ്റെ അമ്മ അറിയാതെ വരുമ്പോഴും ഇവിടുത്തെ അധ്യാപകർ ഇത് അറിയുന്നുണ്ട് എന്നുള്ള വസ്തുത കൃത്യമായി മറച്ചു വെക്കുകയാണ് ആഷ്മി. ഇത് ഒരിക്കലും അധ്യാപന വൃത്തിക്ക് യോജിച്ചതല്ല. ഇവർ ഈ കേരളത്തിൽ തന്നെ ശാപമാണ്. നമ്മുടെ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്താൻ വേണ്ടി വിവിധ രീതികളിൽ ഈ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ള വാട്ടർ ടാങ്കിൻ്റെ പ്രദേശത്ത് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുന്നു. ഹോസ്റ്റലിൻ്റെ മുൻവശത്ത് വിവസ്ത്രനാക്കി മർദ്ദിക്കുന്നു, ബെൽറ്റ് ഊരി മർദ്ദിക്കുന്നു.
ഇതൊക്കെ നടക്കുന്നത് ആശ്മി പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്കകത്താണ്. ഇതൊക്കെ കൃത്യമായി അറിയുന്ന ഡീനാണ്, ഇവിടുത്തെ അധ്യാപകരാണ്. ഈ അധ്യാപകരൊക്കെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിവിധ യൂണിയനുകളായി പ്രവർത്തിക്കുന്നവരാണ്. ഇവിടുത്തെ SFI വിദ്യാർത്ഥികൾ ചെയ്യുന്ന എല്ലാ ചെയ്തികൾക്കും കൃത്യമായി വിടുപണി ചെയ്യുക എന്ന് പറയുന്ന ജോലിയാണ് അവരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, അങ്ങനെ വിടുപണി ചെയ്യാനാണെങ്കിൽ കനപ്പെട്ട ശമ്പളം വാങ്ങിക്കാതെ അധ്യാപക വേഷം ഊരി എറിഞ്ഞ് വീട്ടിൽ പോ എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങയിലേക്ക് എത്താം.